ഹലോ, കുറേ കാണുന്ന മണിമലയാറാണ്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഒരു കൊച്ചു വീടുണ്ട്. അപ്പോൾ എൻ്റെ മാമൻ ജോലിയുടെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോൾ വീട് വാടകയ്ക്ക് എടുത്തിട്ടാണ്. വളരെ കുറഞ്ഞ വാടകയിൽ നല്ലൊരു വീട് കിട്ടി. ആൻഡ് മണിമലയാറ് സാധാരണ ഈ കളറല്ല, പക്ഷേ ഇപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മഴ പെയ്ത് അങ്ങനെ ഒഴുകി വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ സാധനങ്ങളൊക്കെ പെറുക്കാൻ തന്നെ കുറേ ചേട്ടന്മാരെയും കണ്ടിട്ടുണ്ടായിരുന്നു. വീടിനകത്ത് കുക്കിംഗ് അതിൻ്റെ പരിപാടി നടക്കുന്നു. പിന്നെ ഒരുത്തൻ്റെ കയ്യിൽ ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അവരതും വെച്ചിരുന്ന് കുത്തിയിരുന്ന് ഫുൾ ഗെയിം കളിയാണ്. അതിൻ്റെ ബഹളം സഹിക്കാൻ പറ്റാതെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വരുന്നതിന് മുമ്പ് ഞാൻ നമ്മുടെ ഡിമോണ്ടെ കോളനി പാർട്ട് 2 തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചപ്പോൾ അകത്തിരുന്ന് ഷൂട്ട് ചെയ്യാനുള്ളൊരു വകുപ്പില്ല. അതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. സിനിമയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇന്നലെ നമ്മൾ മാവൊക്കെ കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി. ഇന്നലെ അത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് അതേപോലെ നല്ല ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അതിനു വേണ്ടി ഇന്നലെ മിച്ചം വന്ന മാവെടുത്ത് അതേ മാവിലേക്ക് കുറച്ചും കൂടി പൊടി ചേർത്ത് ഒന്ന് കുഴയ്ക്കുന്നു. പക്ഷേ ഇന്നലെ അടിപൊളിയായിരുന്നല്ലോ, ഇന്നും അടിപൊളിയാവും. എന്നാൽ പിന്നെ നാളത്തേക്കും കൂടി കരുതി നമ്മൾ കുഴച്ച് വെച്ചാലോ എന്ന് വിചാരിച്ച് ഇന്നലത്തെ മാവിൻ്റെ കൂടെ ഇന്ന് ചേർത്ത പൊടി കുറച്ച് കൂടുതൽ ചേർത്ത് അടുത്ത കുറച്ച് നാളത്തേക്കും കൂടിയുള്ള പൊടിയും കൂടി ചേർത്തിട്ട് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് ഡിമോണ്ടെ കോളനി പാർട്ട് 2 സംഭവിച്ചിട്ടുള്ളത്. അതായത് ഫസ്റ്റ് പാർട്ട് ഡിമോണ്ടെ കോളനി എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിജയമായിരുന്നു. എന്നെ സംബന്ധിച്ചും ഞാൻ ഓർത്തിരിക്കുന്ന ഒരു ഗംഭീര സിനിമ എക്സ്പീരിയൻസ് എന്ന് പറയാവുന്നൊരു പടമാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ഇറക്കാം എന്ന് വിചാരിക്കുമ്പോൾ സിനിമയുടെ ആൾക്കാരല്ലേ, അവരതിൻ്റെ കുറച്ചുകൂടി ബിസിനസ് സൈഡും കൂടി ആലോചിക്കുമല്ലോ. അങ്ങനെ ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടായിരിക്കും കുറേ നാളത്തേക്ക് ഇട്ട് ഓടിക്കാനുള്ള ഒരു സംഭവമായിട്ട് ഇതിനെ വളർത്തണം. പക്ഷേ ഡിമോണ്ടെ കോളനി എന്ന് പറയുന്ന സിംഗിൾ സിനിമയെന്ന് വളർത്താന്ന് പറഞ്ഞാൽ സെയിം സ്റ്റോറി റിപ്പീറ്റ് ചെയ്യലല്ലേ നടക്കുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഇതിൻ്റെ കൂടെ വേറെയും ചില കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നടക്കുന്നത് ആ സെയിം ടൈം ലൈനിൽ, അതായത് നമ്മൾ ആ സിനിമ കണ്ട സമയത്ത് സംഭവിച്ച ചില കാര്യങ്ങൾ, അതിനെ തുടർന്ന് വരുന്ന കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇതിനൊരു സീരിയൽ സ്വഭാവമുണ്ട്, അതായത് സ്ഥിരമായി ആവർത്തിച്ച് വരുന്നൊരു സ്വഭാവമുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചതിന് ശേഷം എവിടെയാണ് ഈ പട്ടി കുറയ്ക്കണം അങ്ങനെ സ്ഥാപിച്ചതിന് ശേഷം ഇനി വരാൻ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് സൂചിപ്പിക്കുക. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ വരാനിരിക്കുന്ന കുറച്ച് നല്ല സിനിമകൾക്കുള്ള ഒരു ലോഞ്ചിങ് പാഡ് പോലെയാണ് ഈ സിനിമ. പക്ഷേ എന്നെ സംബന്ധിച്ച് വല്ലാണ്ട് ലാഗ് അടിച്ചു, കുറേ ഇടങ്ങളിൽ ബോറടിച്ച്. ഹൊററിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പേടിപ്പിക്കാനുള്ള എലമെൻറ്റുകളൊക്കെ, അതായത് ഇതിനു മുമ്പ് എത്രയോ സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് വരികയായിരുന്നു. എനിക്കതിലൊന്നും വലിയൊരു പുതുമ ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഭയങ്കര സംഭവമായിട്ട് തോന്നുന്നു ഒന്നും ഉണ്ടായില്ല. ഞെട്ടാനോ അല്ലെങ്കിൽ ചില സീനുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഇവരിപ്പോൾ ഞെട്ടിക്കാനുള്ള എന്തെങ്കിലും പരിപാടിയൊക്കെ ഇടും എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ഞെട്ടൽ എലമെൻ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ പ്രിയ ഭവാനി ശങ്കർ ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്കിടയിൽ അവരുടെ ഞാൻ കണ്ട സിനിമയിൽ എനിക്കൊന്ന് കടൈക്കുട്ടി സിംഗം കഴിഞ്ഞിട്ട് പിന്നെ വന്ന സിനിമകളിലൊക്കെ സിനിമ ഒന്നാമത് ബോറായിരിക്കും, അല്ലെങ്കിൽ സിനിമ പൊട്ടും. അതിൻ്റെ കൂടെ ഇവരുടെ കുറച്ച് മാരക എക്സ്പ്രഷൻസ് ഉണ്ടാവും. ഈ സിനിമയിലേക്ക് വരുമ്പോഴും അങ്ങനെ ഒരു സുഖകരമായ പെർഫോമൻസ് എന്ന് പറയാനില്ല. സിനിമയും അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു എലമെൻ്റുള്ള പടം എന്നും ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ ഒരു സുഖം ഉണ്ടായിരുന്നില്ല പടം കാണാൻ. പിന്നെ എൻ്റെ തൊട്ടടുത്തൊരു തമിഴ് ഫാമിലി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവരിടയ്ക്ക് പേടിക്കുമായിരിക്കും, അച്ഛനമ്മമാർ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയും. ഒന്നുമില്ല, ഈ കൊച്ചടുത്തിരുന്നിട്ട് അപ്പനോട് കഥ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇതെന്താ അങ്ങനെ, അതെന്താ ഇങ്ങനെ, എനിക്കേ മനസ്സിലാവുന്നില്ല, പിന്നെ നിനക്കെങ്ങനെയാണ് മനസ്സിലാവുക പുള്ളി തമിഴിൽ മോനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അതൊക്കെയാണ് കുറച്ച് ചിരി വന്നത്. അങ്ങനെ മൊത്തത്തിൽ വലിയ ഓളമൊന്നും ഉണ്ടാക്കാതെ പോയ ഒരു പടമാണ്. വേണമെങ്കിൽ ഒരു വട്ടം കണ്ടിരിക്കാം, പക്ഷെ അത് തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് എലമെൻ്റ് ഒന്നുമല്ല. VFX സൈഡിൽ അത്ര ഭയങ്കരമായ ഒരു എലമെൻ്റ് ഒന്നും ഫീൽ ചെയ്തില്ല. ചിലതൊക്കെ വളരെ പോരായ്മ ഫീൽ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഈ മന്ത്രവാദ പരിപാടികളാണ്, അതാണ് കുറച്ചും കൂടി ഒരു എഫക്റ്റീവായി ഒരു ഇമ്പാക്ട്ഫുൾ ആയിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യേണ്ടത്. പക്ഷേ ടിബറ്റൻ മന്ത്രവാദിയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു സുഖമില്ല. ടിബറ്റൻ എന്നുള്ള മന്ത്രവാദം, കുഴിച്ചിട്ട പ്രതിമയുടെ ശക്തി, പിന്നെ സ്പാനിഷ് പ്രേതം എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. പക്ഷേ ആ ക്ലൈമാക്സിൽ ഇനി വരാനിരിക്കുന്ന പാർട്ടിനെയൊക്കെ കുറിക്കുന്ന രീതിയിലുള്ള ചില എലമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അത് വളരെ രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇനി വരാനുള്ളത് സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ ഗംഭീര സിനിമയായിരിക്കും. അതിന് വേണ്ടി വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അത് OTT-യിൽ വരുമ്പോൾ കണ്ടാലും മതി എന്നേ ഞാൻ പറയുള്ളൂ. അതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പക്ഷേ ഈ സിനിമ കണ്ട നിങ്ങൾക്ക് ചിലപ്പോൾ വേറിട്ടൊരു അഭിപ്രായമായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ട ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അവിടെ ഒഴുകി വരുന്നില്ലേ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ പല ദിവസങ്ങളിലായിട്ട് കൂടിക്കിടന്ന വേസ്റ്റും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പ്രകൃതി ഒരു ചങ്ങാടം കെട്ടി ഒഴുക്കി വിടുക എന്ന് പറയുന്ന രീതിയിലൊക്കെയാണ്. ഞാനിങ്ങനെ കുറേ നേരം വീട്ടിലിരുന്ന് പല കാര്യങ്ങളും ആലോചിക്കായിരുന്നു. ഇനിയും കുറച്ച് നേരം ആലോചിച്ചൊക്കെ ഇരിക്കട്ടെ. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.